ഹലോ ഗായ്സ്, ഇത് നമ്മൾ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ കാലമായി വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളൊരു ഓട്ടോ ഷോയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കൊന്ന് ഫുള്ള് ലോക്കാണ്, നമുക്ക് ഉള്ളിൽ കയറി കാണാനോ കാര്യങ്ങളൊന്നും പറ്റില്ല. നമുക്ക് പുറത്തുനിന്ന് വണ്ടികളുടെ ഓരോ കാര്യങ്ങൾ, പുറത്തുനിന്ന് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനും നല്ല എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് പുറത്തുനിന്ന് കണ്ടു നോക്കിയാൽ ഉള്ളിൽ കയറാൻ പറ്റില്ല. പറ്റുമെന്ന് നമുക്ക് സംസാരിച്ച് നോക്കിയാൽ പറ്റുകയെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നമുക്ക് കണ്ടു നോക്കിയാൽ നമ്മുടെ പോളോ GT ആണ്, PSI. അത് നന്നായി കസ്റ്റമൈസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല പ്രിൻ്റൊക്കെ ആയിട്ടുള്ള സാധനമാണ്, റൈറ്റ് സെറ്റ് സാധനം. എൻ്റെ അലോയൊക്കെ ഫുള്ള് മോഡിഫൈ ഫുള്ള് മോഡിഫൈ, ഒരു ഗ്യാപ്പ് പോലും ഇടാത്ത രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ എക്സോസ്റ്റ് നോക്കി നൈസാണ്. അതൊക്കെ പൊട്ടിക്കാൻ ഇവർ വീഡിയോ എടുക്കണനുസരിച്ചിട്ട് ഇവർ എന്താ ഒരു പ്ലാൻ എന്നറിയില്ല അപ്പോൾ കറക്റ്റായിട്ട്. അപ്പോൾ നമുക്ക് എന്താ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ മോർണിംഗ് നേരത്തെ വന്നതാണ്. അപ്പോൾ വന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ എല്ലാം ലൈനപ്പായി നിൽക്കുന്ന നല്ലൊരു വ്യൂ ആണ്. ഈ മോർണിംഗിലത്തെ ഈ രാവിലത്തെ ഈ വെളിച്ചവും പിന്നെ ഈ വണ്ടികൾ നിൽക്കുന്ന കണ്ടപ്പോൾ നല്ല നൈസായി തോന്നി. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചുകൊണ്ട് വീഡിയോ എടുക്കുകയാണ്. കേട്ടോ സൈഡിൽ നിന്നുള്ള വ്യൂ ഒക്കെ ഫുള്ള് കൂളിങ്ങൊക്കെ ഒരു വെറൈറ്റി സാധനം ഒക്കെ ചെയ്യുക. കണ്ടോ, ഇത് കാർബൺ ഫൈബർ ആണ് ബോഡിയിൽ ഈ ഇതിലിട്ടിരിക്കുന്നത്, ഹുഡിലായി വന്നിരിക്കുന്നത്. പിന്നെ ഹെഡ്ലൈറ്റും സ്പോയിലറ് കാര്യങ്ങളൊക്കെ സെറ്റ്. മേലൊക്കെ ഉണ്ടോ, മേലും കംപ്ലീറ്റ് സ്റ്റിക്കറാണ്, ഫുൾ കംപ്ലീറ്റ് സ്റ്റിക്കർ വർക്ക്സാ. അത് നൈസാണ്. നമുക്ക് വേറെ വണ്ടി കണ്ടോ നോക്കാം. ഇത് നമ്മുടെ മറ്റേ i20 ഒരു രക്ഷയില്ലാത്ത സാധനം. ഈ പോളോയും ഈ i20 ആണ് ഇന്നലെ റിവ്യൂലുണ്ടാകുന്നത്. ട്രിലോഫ് എന്നാണ് നമ്പർ പ്ലേറ്റിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇൻസ്റ്റ ID ആവാം, അല്ലെങ്കിൽ ഇവരുടെ ഒരു ബെഞ്ച് മാർക്ക് പേരാവാം. കേട്ടോ, ഇത് തീ വരുന്ന സാധനമാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. സൗണ്ട് നൈസാണ് കേട്ടോ. ട്രിലോൺ ബാക്കിൽ സാധാ പോലത്തെ ഒരു നോക്കുമ്പോൾ സാധാ പോലത്തെ ഒരു വണ്ടി ഇങ്ങനെ തോന്നുള്ളൂ. സാധാ ഒരു i20 ചെറിയ രീതിയിൽ മോഡിഫിക്കേഷൻ. പക്ഷെ ഒന്ന് സൈഡിലേക്ക് ഒന്നും ഇങ്ങോട്ട് വന്നാൽ ടോൺ കളറിലേക്ക് അങ്ങോട്ട് സാധനം മാറി. നോക്കി, ഈ അലോയ്സ് സാധാ ഉള്ള ഒരു ഗ്രേ കളറല്ല. ഈ അലോയി ഫുള്ള് ഗിൽട്ടാണ്. ഇതിൽ ഇങ്ങനെ തിളങ്ങാണ്. പല റെയിൻബോ കളേഴ്സ് ഇതിലുണ്ട്, മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു പ്രത്യേക ഒരു അലോയിയാണ്. ഞാൻ നേരെ കണ്ടിട്ടില്ല. ഇത് നമ്മൾ പല രീതിയിൽ കളറായിട്ടുള്ള അലോയ്സ് കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ എക്സാമ്പിൾ അതിൽ നമ്മൾ പോളോയിൽ കണ്ട പോലെ തന്നെ കളറായിട്ടുള്ള അലോയ്സ് കണ്ടിട്ടുണ്ട്. പക്ഷേ അതായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഗിൽട്ട് ഉള്ളൊരു സാധനം. നിങ്ങൾക്ക് ക്യാമറയിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, അത് ഞാൻ കാണുന്നത്. അത് നൈസായിട്ടുണ്ട്. ഉള്ളിലേക്കൊന്നും കാണാൻ പറ്റുന്നില്ല, ഒരു രക്ഷയില്ല. പക്ഷേ ഉള്ളിൽ കാര്യമുള്ള രീതിയിലൊന്നുമില്ല. ഇത് അപ്ലിഫ്റ്റിങ്ങും ലോവറിങ്ങും കാര്യങ്ങളുള്ള സെറ്റിങ്സ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. എന്തായാലും നൈസായിട്ടുണ്ട് കേട്ടോ. ഞാൻ i20 പണി കാണിച്ച വണ്ടി ഇതേപോലെയൊക്കെ പണിയണം. സ്പോയിലറൊക്കെ കയറ്റിയാണ്ട് സെറ്റാക്കിയിട്ടുണ്ട്. i20 ആണോ നമുക്ക് ശരിക്കും ഡൗട്ട് അടിക്കും. കാരണം അങ്ങനത്തെ രീതിയിലാണ് ഇത് കംപ്ലീറ്റ് മാറ്റി സെറ്റ് ചെയ്തിരിക്കുന്നത്. i20യും ഇതും ഈ മോഡിഫൈഡ് i20യും മറ്റേ i20യും ഒരുപാട് നല്ല വ്യത്യാസമുണ്ട്. പിന്നെ ഇതാണ്ടോ, ഇത് മറ്റൊരു പോളോ GT, കാർഡിനൽ ബർണർ 54 എന്ന് എഴുതിയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം ID പുള്ളിക്കാരൻ്റെ വണ്ടിയാണ്. ഓണറുടെ ഡീറ്റെയിൽസ് അത്. സ്പോയിലറും എക്സോസ്റ്റ് അലോയി ലെൻസോൻ്റെ അലോയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ലോവറിങ്ങും ഇൻക്രീസിങ്ങും ഒക്കെ ഉണ്ട്. പിന്നെ കാർബൺ ഫൈബറിൻ്റെ സ്റ്റിയറിംഗ് ആണ് വരുന്നത്. ഓൾസോ ദീസ് മിറർ. പിന്നെ അലോയി ബ്രേക്ക് കാലിബേഴ്സ് ഫുൾ നൈസായിട്ടുണ്ട്, രക്ഷയില്ല. സംഭവം നിലം തൊട്ടില്ല പറഞ്ഞ രീതിയിലാണ് പോവുക. ലൈക്ക് ഒരു സാധനം. എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നതൊന്ന് കമൻറ്റ് ചെയ്യണമെങ്കിൽ. നൈസായിട്ടുണ്ടല്ലേ. പിന്നെ അതേപോലെ തന്നെ ഇത് മെർസിഡീസിൻ്റെ AMG പ്രിൻ്റ് ഉണ്ട്. നമ്മൾ പഴയ മോഡലൊരു മെർസിഡീസാണ്. അത് കംപ്ലീറ്റ് ഇത് നിലം മുട്ടി നിലഞ്ഞില്ല കണ്ടോ.
ഒരു വിരലിടാനുള്ള ഗ്യാപ്പ് പോലും ഇല്ല. ആ രീതിയിൽ ഇത് കംപ്ലീറ്റും ലോറപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നൈസ് സാധനം. എക്സോസ്റ്റൊക്കെ നോക്കി നോക്ക്. വാ സ്പോയിലേഴ്സ് കാർബൺ ഫൈബർ AMG ലോഗോ E63 AMG എന്നാണ് ഉദ്ദേശിച്ചത്. നൈസാണ്. ഇൻസ്റ്റൈഡി കില്ലർ ഡ്രാമ. നമ്പർ പ്ലേറ്റ് ഇന്നലെ ഉണ്ടായിരുന്ന മാഫിയ എന്നായിരുന്നു. എന്തായാലും ആ പേരിന് യോജിച്ച രീതിയിലുള്ളൊരു ലുക്ക് ബേസ് ഈ വണ്ടി നോക്കുമ്പോൾ ഉണ്ട്. സെറ്റ് സാധനം ലുക്ക് വൈസ് നോക്കുമ്പോൾ ഉണ്ട്. മാഫിയ എന്നൊക്കെ നമ്പർ ബോർഡിൽ ഇന്നലെ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ നമ്പർ പേരായിട്ടുള്ള കംപ്ലീറ്റ് മാച്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ മോഡലത്തെ വണ്ടിയായിട്ട് കൂടി ഇതിൽ 360 ഡിഗ്രി ഉണ്ട്. ക്യാമറ കണ്ടു. ഇത് അഡീഷണൽ ഫിറ്റിങ്സ് ആണ്. പിന്നെ അത് ബേസ്റ്റ് നിസാൻ്റെ ഒരു നോഫൽ പ്ലസ് ടി എഴുതിയിട്ടുണ്ട്. ഉള്ള ഇൻസ്റ്റാഗ്രാം ID കംപ്ലീറ്റ് ഒരു കാർട്ടൂൺ ബേസ്ഡ് ഒരു തീമിൽ ഉണ്ടാക്കിയിട്ടുള്ള പെയിൻറ് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു വർക്കുള്ള നിസാൻ്റെ ഒരു സെറ്റാണ്. അലോയ്സ് ഭയങ്കര വലിയൊരു കാലിബറും കാണാൻ അതിൻ്റെ ഉള്ളിൽ. സെഡ് എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മിറർ 2 സീറ്ററാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ബാക്കിൽ സ്പോയിലേഴ്സ് കൊടുത്തിട്ടുണ്ട്. എക്സോസ്റ്റ് ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. അത് പൊട്ടിക്കുന്ന സൗണ്ടൊക്കെ ഞാൻ വളരെ ഗംഭീരമായി ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. ചെക്ക് ഇറ്റ് ഔട്ട്. ഫ്ലെയിം വരുമെന്നുള്ള കാര്യം അറിയില്ല. പക്ഷെ എന്തായിരുന്നാലും വണ്ടി സാധനം കാണുമ്പോൾ നമുക്ക് നൈസായിട്ട് തോന്നുന്നുണ്ട്. ഒരു രക്ഷയില്ല. സ്പോയിലർ ഇവിടുന്നുള്ള ലൈഫൊക്കെ മാരകമായിട്ട് അത് നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഫീൽ ആവുള്ളൂ. ഓക്കെ ലുക്ക് അറ്റ് ദിസ്. വാട്ട് എ ക്യൂട്ട് ഗേൾ. അയ്യോ അതിൻ്റെ ഒരു മെർസിഡീസിൻ്റെ വേറൊരു വണ്ടിയുണ്ട്. ഇത് ആക്ച്വലി പഴയ മോഡലാണ്. വണ്ടിക്ക് ഇതിപ്പോൾ ഏതാ മോഡലെന്ന് പറഞ്ഞാൽ അറിയില്ല. വലിയ കാര്യത്തിൽ യൂട്യൂബിൽ കുറേ വീഡിയോസൊക്കെ ഉണ്ട്. എന്നാലും പല വണ്ടികളും പഠിച്ച് വരണുള്ളൂ. നൈസായിട്ടുണ്ട്. ലുക്ക് അറ്റ് ദിസ്. ഒരു മിറർ അല്ല നമ്മുടെ ഹെഡ്ലൈറ്റ് ഇങ്ങനെ വൈപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വൈപ്പർ കൊടുത്തിട്ടുണ്ട്. ഇത് ഓൾസോ നമ്മൾ ഇതിങ്ങനെ ലിഫ്റ്റപ്പും ലിഫ്റ്റ് ഡൗണും ചെയ്യുന്ന വെഹിക്കിളാണ് കേട്ടോ. ഓക്കെ 4 വിരൽ കറക്റ്റായിട്ട് കയറുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു സ്പേസ് ഉള്ളൂ. അത്രയ്ക്ക് ലോവർ ചെയ്തിട്ടുണ്ട്. കോഷൻ ദിസ് വെഹിക്കിൾ ഈസ് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ്. യെസ്, വാഹനം കംപ്ലീറ്റ്ലി ഒരു ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടിയാണ്. ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. പക്ഷേ എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഫുള്ള് രക്ഷയില്ലാത്ത രീതിയിലാണ്. കംപ്ലീറ്റ് സിൽക്കോണാണ്. ഫുൾ സീറ്റും കംപ്ലീറ്റ് കാര്യങ്ങളും സിൽക്കോണിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. പക്കാ സാധനം. രക്ഷയില്ല. ഇത് ഞാൻ ചോദിച്ചോട്ടെ, നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓക്കെ ആണെച്ചാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോ ആക്കിയിട്ട് എടുക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ അതേപോലത്തെ വേറെ വണ്ടി അങ്ങനെ ടോട്ടൽ ഇത് കാണുന്നൊക്കെ ഇന്ന് വന്നിരിക്കുന്ന വണ്ടികളാണ്. പിന്നെ ഈ ലൈനപ്പ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അതിൻ്റെ ഒരു ക്യൂട്ട്നെസ് കേട്ടോ. എന്ത് രസമാണ് ബാക്കിൽ നിന്നുള്ള സൈലൻസിൻ്റെ ലുക്ക് ഈ i20 കൊടുത്തപ്പോൾ. ഇതൊന്നൊരു ഫ്ലെയിം വരുന്നൊരു സീനുണ്ടാവും. ഫ്ലെയിം വരുന്നതായിരിക്കാം. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഫ്ലെയിം വരുന്ന തന്നെയാണ്. എന്നാലും നമുക്ക് ഫ്ലെയിം ചെയ്യുമ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യും. നൈസ്. പിന്നെ i20 കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആ വണ്ടി കഴിഞ്ഞു. ഇനി വൺ ഓഫ് മൈ ഫേവറേറ്റ്, എല്ലാവരുടെയും അല്ല, എൻ്റെ മാത്രമല്ല എല്ലാവരുടെയും, തിബിയാം. നമ്പർ UK എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡ് ആവാം. പക്ഷേ വേദനിപ്പിക്കുന്ന ഒരു കാര്യം കണ്ടു, ലോഗോ ഇല്ല. പക്ഷേ സത്യം പറഞ്ഞാൽ BMW പോലത്തെ ഒരു വാഹനത്തിന് എന്തിനാണ് ലോഗോൻ്റെ ആവശ്യം? കണ്ടാൽ തന്നെ അറിയാം നമുക്ക് അതിൻ്റെ ബെഞ്ച് മാർക്കിൻ്റെ ഒരു വാല്യൂ. ഓക്കെ, നൈസായില്ലേ? Look at this alloy, how cute. Brake calipers, rim അല്ല ബ്രേക്കിൻ്റെ ടയറൊക്കെ എത്ര സൈസാണുള്ളൂ? 15-18 ഇഞ്ചിൻ്റെ
BMൻ്റെ ലോഗോയിലുണ്ട്. M വേരിയൻ്റ് ഉണ്ട്, Mൻ്റെ സ്റ്റിക്കർ അതിൽ കൊടുത്തിട്ടുണ്ട്. M ആയതുകൊണ്ട് Mൻ്റെ സ്റ്റിക്കർ അതിൽ കൊടുത്തിട്ടുണ്ട്. നല്ല പ്രൊഫൈൽ 2 സീറ്ററാണ്, അല്ല 4 സീറ്ററാണ്, പക്ഷെ 3 ഡോർ വെഹിക്കിളാണ്. ഇവിടെ ഒരു ഡോർ പാഡിലുണ്ട് അപ്പുറത്തും, പിന്നെ ബാക്കത്ത് ഇതും ബൂട്ട് സ്പേസും കൂടി ആഡ് ചെയ്തിട്ടാണ് 3 ഡോർ ആയിട്ട് വരുന്നത്. സൈഡിൽ നിന്നുള്ളൊരു വ്യൂ നോക്കിയോ, എന്ത് ഭംഗിയാ. എക്സോസ്റ്റ് സൗണ്ട് ഞാൻ പറഞ്ഞ പോലെ കേൾപ്പിച്ച് തരാം. പിന്നെ ഇത് കംപ്ലീറ്റ്ലി കാർബൺ ഫൈബറിൻ്റെ സ്റ്റിക്കറാണ്. നൈസായിട്ടുണ്ട്. ലുക്ക് വൈസ് നോക്കുമ്പോൾ ഒരു വെറൈറ്റി ആയി തോന്നുന്നുണ്ട്. പ്രത്യേക ഡിസൈൻ അതിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്പോയിലേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഡബിൾ എക്സോസ്റ്റാണ്. BMW ലോഗോ. ബാക്കിൽ നിന്നുള്ള ലുക്ക് വൈസ് മാരക ഐറ്റം. നമ്മൾ ശരിക്കും ഈ വീഡിയോയിൽ കാണുന്ന പോലുള്ള ലുക്ക് ചെയ്യല്ല. മിറർ കാര്യങ്ങൾ ഫ്രണ്ട് സൈഡ് ശരിക്കും ഫ്രണ്ട് എന്നുള്ള ലുക്കിനെക്കാട്ടിലും എനിക്ക് കൂടുതൽ കണ്ണിൽ ഉടക്കിയത് ഇതിൻ്റെ ഈ ബാക്ക് ഈ ഒരു പൊസിഷനിൽ നിന്നിട്ട് ഈ വണ്ടി ഒന്ന് നോക്കിയാണ്ടല്ലോ ആരായാലും ഒന്ന് വീണ് പോകും. ഞാനും വീണ് പോയി. ആ രീതിയിലുള്ള ലുക്കാണ് ഈ BMൻ്റെ EM സ്പോർട്ട് ഉള്ളത്. അപ്പോൾ ഇനി വേറെ 2-3 വണ്ടികൾ കൂടി ഉണ്ട്. ഒന്ന് പോർഷൻ്റെ ഉണ്ട് 911 ടർബോ, പിന്നെ മസ്റ്റാങ്ക് ഇരിക്കുന്നുണ്ട്, പിന്നെ ബാബ്സിൻ്റെ വണ്ടിയുണ്ട്, അത് താഴെയാണ്. അപ്പോൾ ആ വണ്ടികൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടാണ് റിവ്യൂ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തൽക്കാലം നമ്മളിപ്പോൾ ഈ രാവിലത്തെ ഈ മോർണിംഗിൻ്റെ ഒരു വൈബിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്തു എന്നുള്ളൂ. ബാക്കി ഷോർട്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ വീഡിയോ പിറകെ വരും. എന്തായാലും ഇപ്പോൾ എല്ലാവരും കാണണം. ഒരുപാട് നാളായി വീഡിയോ ഇട്ടിട്ട്, ഒക്കെ ക്ഷമിക്കുക. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്ത് സെറ്റ് ചെയ്യുക. എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഷോർട്ട് ബ്രേക്ക്.
മറ്റേ 6 സീരീസോ പിന്നെ 6 സീരീസോ മഞ്ഞ മറ്റേ നെസ്ലിയുടെ ഡോർ അടച്ചിട്ടില്ലല്ലോ.